കഥയെ ആരംഭിക്കുന്നത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലിൻ എന്നായിരുന്നു അവളുടെ പേര്. ചെറിയൊരു ബ്രേക്കപ്പായ അവൾ കുറച്ച് സമാധാനത്തിനും മറ്റുമായി ഒരിടത്തേക്ക് യാത്ര ചെയ്തു വരികയാണ്. ഒറ്റപ്പെട്ട കാടിന് നടുവിലുള്ള ഒരു ഇന്നിലേക്കായിരുന്നു അത്. ലിഫ്റ്റൊക്കെ ചോദിച്ച് അങ്ങോട്ടേക്ക് എത്തിയ അവൾക്ക് അവിടെ എത്തിയപ്പോ താൻ കണ്ട ഫോട്ടോസിലുള്ള പോലൊരു ഇടമേയല്ലോ അത് എന്ന മട്ടിൽ തോന്നുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒറ്റപ്പെട്ട പ്രദേശം. അവൾക്ക് ഉള്ളിൽ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്നോണർ ചാടി വീണത്. അവൾ ചെറുതായൊന്ന് പേടിച്ചു. അങ്ങനെ ഇന്നിലേക്ക് കയറി ചെല്ലുമ്പോഴോ അതാ അവിടെ ഒരു തൂക്കുകയർ പോലെ കിടക്കുന്നു. ഇതെന്താ എന്ന മട്ടിൽ അവൾ ഭയപ്പെട്ട് ചോദിച്ചപ്പോ ആ ഇന്നിന്റെ ഓണർ തന്റെ തൂങ്ങിയാടുന്ന കസേരയെടുത്ത് അതിൽ കൊളുത്തി. ഇതെന്റെ കസേര കൊളുത്തുന്ന ഇടമാണ് എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നാലെ തനിക്കുടനടി ഒരു മരണത്തിന്റെ ആവശ്യത്തിന് പോകേണ്ടതുണ്ട്, ഒരാൾ കനാലിൽ വീണ് മരിച്ചു എന്ന കാര്യമൊക്കെ ഓണർ വിശദീകരിച്ചു. എല്ലാം കൊണ്ടും അവൾ അപ്പോഴേക്കും കുറച്ച് കിളിവാറിയ അവസ്ഥയിലെത്തിയിരുന്നു. എന്തായാലും റൂം പറഞ്ഞു കൊടുത്തതും അവൾ നേരെ റൂമിലേക്ക് കയറി. റൂമിലെത്തിയതും കൂട്ടുകാർക്ക് അവൾ ഫോൺ ചെയ്യുകയാണ്. കൂട്ടുകാരിയോട് അവൾ പറഞ്ഞു റൂമൊക്കെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്, ആകെ മോശമായി കിടക്കുകയാ. ഉടൻ കൂട്ടുകാരി പറഞ്ഞു ആ പ്രേതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റൂമാണല്ലോ, അപ്പോ നിനക്കും ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോഴേക്കും സിഗ്നൽ കുറവായതുകൊണ്ട് കോൾ കട്ടായി. പിന്നെ അവൾ ബ്രഷ് ചെയ്യാനായി തിരിഞ്ഞു. അപ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. അവൾ അല്പം ഭീതിയോടെ വന്ന് വാതിൽ തുറന്നു നോക്കി. പുറത്താരെയും കാണുന്നില്ല. നനഞ്ഞ കാൽപ്പാടുകൾ മാത്രം താഴെ കാണാം. പ്രേതമായിരിക്കുമോ എന്നോർത്ത് അവൾക്ക് ഭയം തോന്നി. അവൾ ഓടി ഒളിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പല്ലി അവളുടെ ദേഹത്തേക്ക് വീഴുന്നതും അതോടെ ഭയന്ന് വിറച്ച് അവൾ പുറത്തേക്കിറങ്ങി ഓടി. ഓണർ പുറത്തുപോയ കാര്യം പോലും മറന്ന് ഓണറുടെ അടുത്തേക്കെന്ന പോലെ അവൾ മുകളിലേക്ക് ഓടിച്ചെന്നു. അവിടെയതാ നനഞ്ഞ രീതിയിൽ ഒരു പ്രേതമിരുന്ന് പല്ലിയെ പിടിച്ചു തിന്നുന്നു. അത് കണ്ടതും അവൾ പേടിച്ചു വിറച്ച് താഴേക്കോടി. അലറി വിളിച്ചവൾ ഓടുന്ന ശബ്ദത്തിൽ അവിടുത്തെ താമസക്കാരനായ പഡ് എന്ന പയ്യൻ ഞെട്ടിയിരുന്നു. പഡ് ലാപ്ടോപ്പിൽ എന്തോ എഴുതാനിരിക്കുകയായിരുന്നു. അലറിവിളിയും ഒക്കെ കേട്ട് അവന്റെ കോൺസെൻട്രേഷൻ തന്നെ പോയി. പിറ്റേന്ന് പുലർച്ചെ അവിടുത്തെ കഫറ്റീരിയയുടെ ഭാഗത്ത് കിടന്ന് ലിൻ ഉറങ്ങിപ്പോയിരുന്നു. പഡും ആ ഇന്നിന്റെ ഓണറും വന്നിട്ടായിരുന്നു അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. ഓണർ ആ സമയം പഡിനോട് രാത്രി എങ്ങനുണ്ടായിരുന്നു, ഉറക്കമൊക്കെ നല്ലതായിരുന്നോ എന്ന മട്ടിൽ ചോദിച്ചു. പഡ് പറഞ്ഞു അതിന് ഉറങ്ങാൻ വിട്ടിട്ട് വേണ്ടേ, ഇവിടെ അലറിവിളിയും മറ്റുമായിരുന്നില്ലേ. ലിന്നിനെ ഉദ്ദേശിച്ചായിരുന്നു പഡ് അത് പറഞ്ഞത്. ലിൻ അത് കേട്ടിരുന്നു. നിങ്ങൾ എന്നെ പറ്റിയല്ലേ അത് പറഞ്ഞത്, എന്തിനാ എന്നെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നത്, അറിയാത്ത കാര്യത്തെപ്പറ്റി പറയരുത് എന്നൊക്കെ പറഞ്ഞ ലിന്ന് പഡുമായി ആദ്യ മീറ്റിംഗിൽ തന്നെ ചെറിയൊരു വഴക്കിലേക്ക് കടന്നു. എന്തായാലും ആ സംഭവങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നീട് ലിൻ പോയി തയ്യാറായി. പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനും ഒരു മലമുകളിലേക്ക് പോവാനുമായി പുറത്തേക്കിറങ്ങി. ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളോട് മലമുകളിലേക്ക് പോവാൻ എത്ര രൂപയാകും, കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. പക്ഷേ താൻ പഡ് ബുക്ക് ചെയ്തിട്ട് വന്നതാണെന്നും അങ്ങനെ വരാൻ പറ്റില്ല എന്നുമായിരുന്നു അയാളുടെ മറുപടി. മുമ്പിൽ മറ്റു വഴികളില്ല. അവിടാണെങ്കിൽ അധികം വണ്ടിയൊന്നും കിട്ടുന്ന ഇടവുമല്ല. ലിൻ നേരെ പഡിന്റെ അടുത്ത് ചെന്നു. ആവശ്യമറിയിച്ചു. ഒക്കെ കേട്ട പഡ് തന്റെ കൂടെ വരണമെങ്കിൽ പാതി ഷെയർ ചെയ്യണം, ഇത്ര രൂപയാകും എന്ന മട്ടിൽ മറുപടി പറഞ്ഞു. അവൾ അതിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ അവരിവരും ആ മലമുകളിലേക്ക് യാത്ര തിരിച്ചു. മലമുകളിലെത്തി ലിൻ മനസ്സിലെ പഴയ ഓർമ്മകൾ നോക്കിക്കാണാൻ തുടങ്ങി. സംഭവം എന്തെന്നാൽ അവളുടെ കാമുകനൊപ്പം അവൾ മുമ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ അവർ ബ്രേക്കപ്പിന്റെ വക്കിലാണ്. വളരെയധികം മനോവിഷമം ഉണ്ടായിരുന്ന ലിൻ അതൊക്കെ മറക്കണമെങ്കിൽ എവിടെ വെച്ചതൊക്കെ ആരംഭിച്ചോ അവിടെയൊക്കെ പോയി ഇതെല്ലാം പൂർണ്ണമായി മറന്നു കളയണം എന്ന രീതിയിൽ ചിന്തിച്ച് അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു. പക്ഷേ അവിടെ എത്തിയതും അവളുടെ നിയന്ത്രണം വിട്ടു. ഓരോന്നാലോചിച്ച് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങോട്ടേക്കെത്തിയ മറ്റുള്ളവർ ലിന്നിനെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പഡായിരുന്നു അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. കഥ അവിടെ നിന്നും ലിന്നിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സംഭവം എന്തെന്നാൽ ചെറുപ്പം തൊട്ടേ ലിന്നിന്റെ ജീവിതം മൊത്തത്തിൽ താറുമാറായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ലിന്നിന് പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ട്. ഓരോ തവണയും ലിൻ ഓരോ ബോയ്ഫ്രണ്ടുമായി പ്രണയത്തിലാകുമ്പോ ലിന്നിന്റെ ഈ കഴിവ് കാരണം തന്നെ ലിന്നിനെ വെയേഡായി തോന്നിയവർ അവളെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവളുടെ കൂട്ടുകാരി അവളെ ഉപദേശിച്ചു, ആരോടും നിനക്ക് പ്രേതത്തെ കാണാൻ പറ്റും എന്ന കാര്യം നീ പറയരുത്, നീ അത് മനസ്സിലടക്കി വെക്കണം. അങ്ങനെയാണ് പിന്നീട് ലിന്നിന്റെ കാമുകനെ പരിചയപ്പെടുന്നത്. ടോർ എന്നായിരുന്നു അവന്റെ പേര്. ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഒരു പ്രേതത്തെ കണ്ട് ഭയന്ന് ലിൻ ടോറിനെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്നായിരുന്നു അവരുടെ ബന്ധത്തിന്റെ തുടക്കം. പക്ഷേ പിന്നീട് ഇതേ ടോർ വളർന്ന് വലിയൊരു സെലിബ്രിറ്റിയായി മാറി. ലിന്നാകട്ടെ ഒരു സാധാരണ പെൺകുട്ടിയും. അതുകൊണ്ട് തന്നെ ലിന്നിന് എപ്പോഴും ടോറിനെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അവരൊന്നിച്ച് സിനിമയ്ക്കൊക്കെ പോയി ഒരു ദിവസം പ്രേതത്തെ
അതൊക്കെ കണ്ട് ലിൻ വല്ലാതെ ഭയന്നു. ലിന്നിന്റെ ഈ പെരുമാറ്റം കുറച്ചുനാളായി ശ്രദ്ധിക്കുന്ന ടോറിന് അത് മൊത്തത്തിൽ വിചിത്രമായി തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടോറിന്റെ ഒരു കോവർക്കർ വന്നത്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ ലിന്നിനെ തന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞ് അവർക്ക് ടോർ പരിചയപ്പെടുത്തി. അത് ലിന്നിന്റെ മനസ്സിനെ ആഴത്തിൽ തകർത്തിരുന്നു. തന്റെ അവസ്ഥ അറിഞ്ഞാൽ ടോർ തന്നെ ഉപേക്ഷിക്കും, പോരാത്തതിന് തന്നെ സിസ്റ്റർ എന്ന് പറഞ്ഞാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നതൊക്കെ ലിന്നിന്റെ മനസ്സിൽ ഏറെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. എങ്ങനെയാ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഇന്റർനെറ്റിലൊക്കെ നോക്കുന്ന സമയത്താണ് റിലേഷൻഷിപ്പ് എവിടെയൊക്കെ വെച്ചാണോ വളർന്നത് അവിടങ്ങളിൽ പോയി തനിയെ വീണ്ടും ആ സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്ത് അതൊക്കെ മറക്കുകയാണ് വേണ്ടത് എന്ന് ലിൻ മനസ്സിലാക്കുന്നത്. അങ്ങനായിരുന്നു ലിൻ ലോ സീസൺ എന്ന ആ ഇന്നിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെ നിന്ന് ലിന്നും പഡും വീണ്ടും വണ്ടിയിൽ യാത്ര തിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബീർ ബോട്ടിലെടുത്ത് ലിൻ കുടിക്കുന്നുമുണ്ട്. പട്ടിനവൾ ഓഫർ ചെയ്തെങ്കിലും വേണ്ട, ഞാൻ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞ് അവനത് നിരാകരിച്ചു. ലിന്നാണെങ്കിൽ കുടിക്കുകയും ചെയ്തു. കുറച്ചു ദൂരം പിന്നിട്ടതും വഴിയിൽ മരം വീണതുകൊണ്ട് വണ്ടി നിൽക്കുകയാണ്. ഡ്രൈവർക്കും മറ്റും ഒപ്പം ചേർന്ന് മരം നീക്കാൻ വേണ്ടി പഡ് ഇറങ്ങിച്ചെന്നു. ലിൻ അവിടെ നിന്ന് അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പഡിനാണെങ്കിൽ അതത്ര ഇഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നില്ല. എന്നാലും അവനൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞതും ലിൻ അവിടെ ഉണ്ടായിരുന്ന കാടിനകത്തേക്ക് നടന്നു. മരമൊക്കെ മാറ്റിക്കഴിഞ്ഞ് പഡ് നോക്കിയപ്പോ ലിന്നിനെ കാണുന്നില്ല. പഡ് ആ കാടിനുള്ളിൽ തിരയാൻ തുടങ്ങി. ഒടുവിൽ അവിടെ ഒരിടത്ത് ഛർദ്ദിച്ച അവശ നിലയിലുള്ള ലിന്നിനെ പഡ് കണ്ടെത്തുകയാണ്. പഡ് മദ്യപിച്ച് മതോന്മത്തിയായി ഛർദ്ദിച്ചു കിടന്ന ലിന്നിനെ പിടിച്ച് നേരെ വണ്ടിയിലേക്ക് കയറ്റി. വണ്ടിയിൽ കയറിയതും പുറത്തു നിന്നിരുന്ന ഒരു കുട്ടിയുടെയും അമ്മയുടെയും പ്രേതത്തെ ലിൻ നോക്കിക്കണ്ടു. അവരോടും വാ വന്ന് കയറ് എന്ന മട്ടിലൊക്കെ ലിൻ പറയുകയാണ്. എന്താ അവര് കയറാത്തത് എന്ന മട്ടിലൊക്കെ പഡിനോടും ചോദിച്ചു. പട്ട് നോക്കുമ്പോ അവിടെങ്ങും ആരുമില്ല. ഇവൾക്ക് ശരിക്കും വല്ല ഭ്രാന്തുമുണ്ടോ എന്ന ആ സമയം പഡ് ചിന്തിക്കുന്ന പോലുമുണ്ട്. പിന്നാലെ ലിന്ന് ആ വണ്ടിയിൽ കിടന്ന് മയങ്ങാൻ തുടങ്ങി. ലിന്നിനെ ഏറെ കൗതുകത്തോടെ പഡ് നോക്കിക്കണ്ടു. ഇവള് കൊള്ളാലോ, ഇവളെ നല്ലൊരു ക്യാരക്ടർ ആക്കാമല്ലോ എന്ന നിമിഷം പഡിന് തോന്നി. തന്റെ ലാപ്ടോപ്പ് എടുത്ത് ലിന്നിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ സ്ക്രിപ്റ്റ് അവൻ എഴുതാൻ ആരംഭിച്ചു. പഡ് യാഥാർത്ഥ്യത്തിൽ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിരുന്നു, ഒരു സ്വതന്ത്ര സംവിധായകൻ. ലിന്നിനെ വെച്ച് കഥ എഴുതാൻ അയാൾ അങ്ങ് തീരുമാനിച്ചു. പഡ് അങ്ങോട്ടേക്ക് വന്നതിന് പിന്നിലും മറ്റൊരു കാര്യമുണ്ട്. ആ കാടിനുള്ളിൽ പ്രേതങ്ങളെ കാണാൻ പറ്റും എന്ന് പറയപ്പെടുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ കണ്ട് അയാളോട് സംസാരിച്ച് താനിനെ സംവിധാനം ചെയ്യാൻ പോകുന്ന ഹൊറർ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ എത്തിയതായിരുന്നു അവൻ. മാത്രമല്ല പഡിന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഒരു ഇന്നിൽ താമസിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കായിരുന്നു അവൻ അടുത്തതായി പോകുന്നതും. എന്തായാലും അന്ന് മയക്കത്തിലായിരുന്ന ലിൻ പിന്നീട് കണ്ണു തുറക്കുമ്പോ മറ്റൊരിടത്തായിരുന്നു. എഴുന്നേറ്റവൾ നോക്കുമ്പോ ജനലരികിൽ ഒരു പ്രേതം. ഭയന്നവൾ താഴേക്കിറങ്ങി ഓടി വന്നു. താഴേക്കെത്തിയപ്പോ അവിടെ കുറച്ചധികം ആളുകളുണ്ട്. എല്ലാവരും തന്നെ പഡിന്റെ സുഹൃത്തുക്കളാണ്. എപ്പോഴും വഴക്കുകൂടിയിരിക്കുന്ന രണ്ടുപേർ. മറ്റൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കപ്പിൾസ്. സന്തോഷത്തോടെ ആ യങ്സ്റ്റേഴ്സ് ജീവിക്കുന്ന ഒരിടം. പക്ഷെ ആ ഇടത്തിന് അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും ബ്രേക്കപ്പ് ആയവരായിരുന്നു. പിന്നീട് അവരെ കണ്ടുമുട്ടുകയും ഒന്നിക്കുകയും സുഹൃത്തുക്കളാവുകയും ചെയ്തവരാണ്. എന്തിനേറെ പറയുന്നു, പഡിനും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പഡിനും ഒരു കാമുകി ഉണ്ടായിരുന്നു. പക്ഷെ ആ കാമുകി അവൻ കഴിഞ്ഞ തവണ പിടിച്ച സിനിമയിലെ നായകനുമായി അടുപ്പത്തിലായി. അവനെ ചതിച്ചു. അതിന്റെ ഹാർട്ട് ബ്രേക്കിലായിരുന്നു അവൻ ആ ഇടത്തേക്ക് പുറപ്പെട്ടെത്തിയതും. പിന്നീട് ഇൻഡി ഫിലിം മതിയെന്ന് തീരുമാനിച്ച് ഒരു ഹൊറർ സിനിമ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ലിന്നും അവരുടെ കൂടെ കൂടി. അവരുടെ കൂടെ കളിചിരിയും മറ്റുമായി ചിലവഴിച്ചപ്പോൾ തന്റെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന പോലെ ലിന്നിന് അനുഭവപ്പെട്ടു. അന്ന് രാത്രിയിലും ലിൻ പ്രേതത്തെ കണ്ടു. ഭയന്ന് എഴുന്നേറ്റവൾ താഴെ കോടി വന്നപ്പോ താഴെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പഡും ആ ഇന്നിന്റെ ഓണറായിട്ടുള്ള കപ്പിൾസിലെ ലേഡിയും മാത്രമാണ്. ആ ലേഡി ഇപ്പോ മറ്റൊരു വഴിക്ക് പോകും. പഡും ഒരിടത്തേക്കായി പുറപ്പെടാനിറങ്ങുകയാണ്. ലിൻ മാത്രം തനിച്ചു നിൽക്കേണ്ടി വരും. ലിന്നിനത് കേട്ട് ഭയം തോന്നി. പട്ടിന്റെ ഒപ്പം താനും വന്നോട്ടെ എന്ന് അവൾ ചോദിച്ചു. പഡും ഓക്കെ പറഞ്ഞതോടെ ആ ഇന്നോണറുടെ വണ്ടിയെടുത്ത് അവർ ഒന്നിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ M8 പോലെ ചെറിയൊരു വാഹനമായിരുന്നു അത്. കാട്ടിലൂടെയുള്ള യാത്ര അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. ആ ചെറിയ വാഹനം സ്കിഡാവുകയും മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തു. എന്തിനേറെ പറയുന്നു, തുടർച്ചയായ വീഴ്ചയിൽ സാരമായ പരിക്ക് പറ്റിയില്ലെങ്കിലും ഇരുവരുടെയും ദേഹത്തിൽ ചെളി പുരണ്ടു. വണ്ടിയാണെങ്കിൽ ഓണാവുന്നുമില്ല. ഒടുവിൽ വണ്ടി ഉപേക്ഷിച്ച് കാൽനടയായി അവർ യാത്ര തുടർന്നു. കാടിനുള്ളിലൂടെയും മറ്റുമായി ദീർഘദൂരം യാത്ര ചെയ്ത് പഡ് കാണാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ഇടത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതായത് ഗ്രാമത്തിൽ താമസിക്കുന്ന പ്രേതങ്ങളെ കാണാൻ കഴിവുള്ള വ്യക്തി എന്ന് പഡ് പറഞ്ഞിരുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ ഇടത്തേക്ക്. എന്തായാലും
എന്തായാലും അവിടത്തെ കയ്യും കാലും കഴുകി അയാൾ താമസിക്കുന്ന വീടിന്റെ മുമ്പിലായി അവർ ഇരിക്കാൻ തുടങ്ങി. ആ സമയം പട്ട് ലിന്നിനോട് ചോദിച്ചു, നിനക്ക് പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ടോ? ആ ഉണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞ പൊതുവെ ആരും വിശ്വസിക്കാറില്ല. ലിൻ മറുപടി പറഞ്ഞു. ഉടൻ വന്നു പട്ടിന്റെ മറുപടി, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ കഥയ്ക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നാലെ താൻ ആരാണെന്നും ഇവിടെ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ പട്ട് ലിന്നിനോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ലിൻ കുളിക്കാൻ പോയി. കുളിച്ചു വരുമ്പോൾ അവളെ കാണാൻ അത്രമേൽ ഭംഗിയുണ്ടായിരുന്നു. പട്ടവളെ നോക്കിയിരിക്കുന്നുണ്ട്. സമയം അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. കഴിക്കാനായി കയ്യിലുണ്ടായിരുന്നത് സ്നാക്സ് പാക്കറ്റുകൾ മാത്രമായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ ലിനിന് കഴിക്കാനായി പട്ട് എടുത്തു കൊടുത്തു. അവള് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞതും അവൾക്ക് ബാത്റൂമിൽ പോവാൻ വന്നു. ആ ബിൽഡിംഗിലാണെങ്കിൽ ബാത്റൂം ഒന്നുമില്ല. ഉടനടി തൊട്ടപ്പുറം മാറിയുള്ള ഒരു ബിൽഡിംഗിലേക്ക് പട്ട് അവളെ പറഞ്ഞയക്കുകയാണ്. അവൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ ബാത്റൂം എന്ന് തോന്നിയ മുറിയിലേക്ക് കയറി ചെന്നതും അകത്തെ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അവള് തിരികെ ഓടി വന്നു. പട്ടിനടുക്കൽ വന്ന് പറയാൻ വന്ന കാര്യം പറയാനായി അവൾ നിൽക്കുമ്പോഴേക്കും പിന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞിരുന്നു. പട്ട് അന്വേഷിച്ചു വന്ന അതേ വ്യക്തിയായിരുന്നു അത്. അയാളെ കണ്ടതും ലിൻ വല്ലാതെ ഭയക്കാൻ തുടങ്ങി. പ്രേതങ്ങളെ കാണാൻ ശക്തിയുള്ള വ്യക്തി. അയാളും ഒരു പ്രേതത്തെ പോലെ ബിഹേവ് ചെയ്യുന്നു. പട്ട് ലിന്നിനോട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാളെ കണ്ട് ലിൻ വീണ്ടും പേടിക്കുന്നതൊക്കെ കണ്ട് പട്ട് അവളെ കളിയാക്കുന്നൊക്കെയുണ്ട്. നിനക്കിപ്പോഴും കാര്യമറിയില്ല എന്നൊക്കെ ലിൻ ആ സമയം പറയുന്നുണ്ടെങ്കിലും പട്ട് ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. പട്ട് പിന്നാലെ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് പ്രേതങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും കഥകൾ പറഞ്ഞു തരാൻ പറ്റുമോ? പട്ട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഈ അടുത്ത് നടന്നൊരു കാര്യം പറയാം. കാടിനുള്ളിൽ വിസിലടിക്കരുതെന്ന് പറയും. എന്താ കാര്യമെന്ന് വെച്ചാ ഈ അടുത്ത് കാടിനുള്ളിലൂടെ വിസിലടിച്ച് നടന്ന 4 പേരെ പ്രേതം വന്ന് പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അവരെ കണ്ടിട്ടേയില്ല. ആ സമയം പട്ട് ചോദിച്ചു, നമ്മൾ ഈ സംസാരിച്ചിരിക്കുമ്പോ നമ്മളെ ചുറ്റി ഇവിടെ പ്രേതങ്ങളുണ്ടോ? ഇല്ലെന്നായിരുന്നു അയാൾ പറഞ്ഞത്. പക്ഷേ ലിന്നിന് കൃത്യമായിട്ട് അറിയാമല്ലോ അവിടെ പ്രേതങ്ങളുണ്ടോ ഇല്ലയോ എന്ന്. ലിൻ ചുറ്റിലും നോക്കുമ്പോ അവിടെ നിറച്ച് പ്രേതങ്ങളായിരുന്നു. ലിൻ വീണ്ടും അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു കാര്യം പറയണം. എന്റെ കൂടെ പുറത്തേക്ക് വരാമോ? ഒടുവിൽ പട്ട് ലിന്നിനൊപ്പം ചെന്നു. പക്ഷേ പുറത്തെത്തി ലിൻ പട്ടിനോട് എന്തെങ്കിലും പറയാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അങ്ങോട്ടേക്ക് വന്ന അയാൾ അവരോട് പറഞ്ഞു, ദാ ഈ വയലുകളൊക്കെ കാണുന്നില്ലേ, ഇതെന്റേതാണ്. വിളവെടുക്കാറായി. ഇത് മുഴുവൻ വിളവെടുക്കാൻ ഗ്രാമത്തിലുള്ളവരോട് പറയണം. അവർക്കായിട്ട് എനിക്കിത് കൊടുക്കാൻ വേണം. അത് എനിക്ക് വേണ്ടി നിങ്ങളാ ചെയ്യാൻ പോകുന്നേ. അയാൾ അത് പറഞ്ഞതും പട്ട് ചോദിച്ചു, അതെന്തിനാ ഞങ്ങൾ ചെയ്യുന്നേ? നിങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞാ പോരെ? എനിക്കതിനെ പറയാൻ പറ്റില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത്. എന്തായാലും അന്ന് അയാളോടൊപ്പം കിടക്കാനുള്ള ഇടത്തേക്ക് അവർ രണ്ടുപേരും എത്തി. അയാൾ അവർക്ക് കിടക്കാനുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. ഭയന്നിരുന്ന ലിൻ എന്ന പട്ടിന്റെ അടുത്തായിരുന്നു കിടന്നത്. അയാളാണെങ്കിൽ പുറത്തിരുന്ന് പാട്ടുപാടാനും മറ്റും തുടങ്ങി. ലിന്നിനും പട്ടിനും അത് അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു. ഒടുവിൽ എപ്പോഴോ പട്ട് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോ ലിന്നിനെ അടുത്ത് കാണുന്നില്ല. പുറത്ത് അയാളെയും കാണുന്നില്ല. പട്ട് കുറച്ച് ഭയപ്പെട്ടു. അവിടൊക്കെ അവളെ തിരയാൻ തുടങ്ങി. തിരഞ്ഞ് അടുത്തുള്ള ആ ബിൽഡിംഗിലേക്ക് കയറി ചെന്നു. അങ്ങോട്ടേക്ക് കയറി ചെന്ന അവൻ എന്തിലോ തട്ടി വീഴുകയാണ്. അവൻ വീണതാകട്ടെ തലേ ദിവസം കണ്ട് അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രേതത്തെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അയാളുടെ മൃതദേഹത്തിലേക്ക് തന്നെയായിരുന്നു. ദിവസങ്ങളായി അയാൾ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ് എന്നൊറ്റക്കാഴ്ചയിൽ വ്യക്തമാകും. അതോടെ താൻ ഇന്നലെ കണ്ട് സംസാരിച്ചത് അയാളുടെ പ്രേതത്തെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ പട്ട് പേടിച്ച് വിറച്ചിറങ്ങി ഓടാൻ തുടങ്ങി. പട്ടങ്ങനെ പേടിച്ചോടുന്നതിനിടയിൽ ഒരിടത്തിരുന്ന് ചിപ്സ് തിന്നുകയായിരുന്ന ലിൻ പട്ടിനെ കണ്ടു. പട്ടിനെ അടുത്തേക്ക് വിളിച്ചു. ഭയന്നു വിറച്ച്, നീ ഇവിടെ ഇരിക്കുകയാണോ? വാ, വേഗം നമുക്ക് പോകാം, അയാൾ പ്രേതമാ എന്നൊക്കെ പറഞ്ഞ് പട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങിയിരുന്നു. ലിന്നാണെങ്കിൽ കൂളായിട്ട്, അതെനിക്ക് ഇന്നലെ അറിയാമായിരുന്നു, ഞാനതാ നിന്നോട് പറയാൻ വന്നത് എന്ന മട്ടിൽ പട്ടിനോട് പറയുന്നുണ്ട്. ഇന്നലെ എന്നിട്ട് നീയല്ലേ ഞാൻ പേടിച്ചു തൂറിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് പട്ടിനിട്ട് നല്ല രീതിയിൽ ലിൻ കൊട്ടുന്നുമുണ്ട്. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് പറഞ്ഞ ശേഷം പട്ടും ലിന്നും ഒന്നിച്ച് കാട്ടിനുള്ളിലൂടെ തിരികെ യാത്ര തിരിച്ചു. പക്ഷെ പോകുന്ന വഴിക്ക് കാടിനുള്ളിലൂടെ യാത്രയാണല്ലോ, അവർക്ക് വഴിതെറ്റി. ഒരിടത്തെത്തിയപ്പോ വിശന്നിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു വാഴയവർ കാണുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് അതിലെ പഴം പറിച്ചെടുത്ത് അവർ തിന്നു. ക്ഷീണത്തിൽ അവിടെ കിടന്നവർ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോ രാത്രിയായിരുന്നു. പട്ട് വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു ചൂളമടി അവർ കേൾക്കുന്നത്. ചൂളമടിച്ചു വന്ന പ്രേതം വന്ന് പിടിച്ചുകൊണ്ടുപോകും എന്ന കഥ കുറച്ചു മുമ്പാണല്ലോ കേട്ടിരുന്നത്. പട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഭയത്തോടെ ലിന്നും കൂടെയുണ്ട്. അങ്ങനെ ചൂളമടി അടുത്തടുത്ത് വരുന്നു. ഭയന്ന് വിറച്ചവർ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് കടന്നു വന്നത് കാട്ടുവിഭവങ്ങൾ ശേഖരിക്കാനെത്തിയ ചെറിയൊരു പയ്യനായിരുന്നു. ഒടുവിൽ ആ പയ്യനോട് സംസാരിച്ച് അവന്റെ സഹായത്തോടെ കാടിൽ നിന്നവർ വെളിയിൽ കടന്നു. ഒരു വണ്ടി വന്നപ്പോ അതിൽ ലിഫ്റ്റ് ചോദിച്ച് വീണ്ടും അവരുടെ ഇന്നിലേക്ക് എത്തി. അങ്ങനെ ഇന്നിലെത്തി ഇരുവരും അവരവരുടെ റൂമിലേക്ക് പോയി. പക്ഷേ ഇന്നിൽ മറ്റാരുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ലിന്നിന് ഭയം വരാൻ തുടങ്ങി. ലിന്നോടി പട്ടിന്റെ മുറിയുടെ വെളിയിലെത്തി. ഇതേസമയം പട്ടാകട്ടെ ഒരു പ്രൊഡ്യൂസർ
വിളിച്ച് താൻ തയ്യാറാക്കിയ പുതിയ കഥയെപ്പറ്റിയും അതിന്റെ സാധ്യതയെപ്പറ്റിയും സംസാരിക്കുകയായിരുന്നു. ഫോൺ കട്ട് ചെയ്തതിന്റെ പഡ് കണ്ടത് ജനലിനരികിൽ നിൽക്കുന്ന ലിന്നിനെയാണ്. ആദ്യം അവൻ ഞെട്ടിയെങ്കിലും ലിന്നിനെ വിളിച്ച് എന്താ എന്ന് ചോദിച്ചു. തന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലെന്നും ഫോൺ ഒന്ന് തരാമോ എന്നും ലിൻ പട്ടിനോട് ചോദിച്ചപ്പോ പഡ് കൊടുത്തു. ലിൻ തന്റെ കാമുകനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ലിൻ തിരികെ പഡിനടുത്തെത്തി. അവർ ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിൽ പഡ് ചോദിച്ചു, ഇങ്ങനെ പ്രേതത്തെ കാണാനുള്ള കഴിവ് കിട്ടിയപ്പോ അല്ലെങ്കിൽ അതിനുശേഷം നിനക്കെന്താ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ചോദിച്ച നല്ല രീതിയിൽ പേടി വരും. ഓ, നീ ഒരുപാട് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, പാവം എന്ന മട്ടിൽ പഡ് പറഞ്ഞപ്പോ ലിന്നിന് വലിയ ആശ്വാസം തോന്നി. തന്നെ പഡ് മനസ്സിലാക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. സാധാരണ എല്ലാവരും തന്നെ വിചിത്രമായ രീതിയിൽ ഭ്രാന്തിയെ പോലൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. പഡ് തന്നെ മനസ്സിലാക്കുന്നു. അവരിരുവരും ഒന്നിച്ച് അന്ന് ബാൽക്കണിയിലേക്ക് കടന്ന് ആകാശം നോക്കി കുറെ സംസാരിച്ചിരുന്നു. ഒന്നിച്ച് പാട്ട് കേട്ടു. അന്നവർ അവിടെ കിടന്നായിരുന്നു ഉറങ്ങിയതും. പിറ്റേന്ന് പുലർച്ചെ അവരെഴുന്നേറ്റ് വരുമ്പോ മറ്റു സുഹൃത്തുക്കളും എത്തിയിരുന്നു. അവരൊക്കെ ഇരുവരെയും വളഞ്ഞ് അവരെ കമിതാക്കളെന്ന പോലെ ചോദ്യം ചെയ്യാനും മറ്റും ആരംഭിച്ചു. എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയാലോ, വണ്ടി എവിടെടാ എന്ന മട്ടിലൊക്കെ ഇന്നോണർ വരെ ചോദിക്കുന്നുണ്ട്. അത് കേടായി, സർവീസ് കഴിഞ്ഞ് കിട്ടും എന്ന മട്ടിലൊക്കെയായിരുന്നു പഡ് മറുപടി പറഞ്ഞത്. ലിന്നും പഡും ഒന്നിച്ച് പലയിടത്തും പോവുകയും ഒന്നിച്ചെഴുതുകയും ഒക്കെ ചെയ്തു. അവർ തമ്മിൽ അടുപ്പം വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ലിന്നും പഡും അവിടെ ചുറ്റിക്കറങ്ങിയത് മുഴുവൻ ഒന്നിച്ചായിരുന്നു. ഒരിക്കൽ പഡ് ലിന്നിന് ഒരു തായത്ത് കൊടുത്തു. ഇത് നീ കഴുത്തി കെട്ടിക്കോ, പിന്നീട് നിനക്ക് പ്രേതത്തിന്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. പഡിന്റെ ആ സ്നേഹമൊക്കെ ലിന്നിന് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തായാലും അങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി. അവരങ്ങനെ ഇന്നിലേക്ക് മടങ്ങി വരുമ്പോ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ അവരോട് നിങ്ങൾ പ്രണയത്തിലാണോ എന്ന മട്ടിൽ ചെറുതായി കളിയാക്കിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇരുവരും ഒന്നുരുണ്ട് കളിച്ചു. പിന്നാലെ എല്ലാവരും ഇരുന്ന് പാട്ടുപാടിയും സംസാരിച്ചുമൊക്കെയിരുന്നു. അപ്പോഴാണ് പഡിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. വിളിച്ചത് ലിന്നിന്റെ കാമുകനായിരുന്നു. പട്ടിന് ആദ്യം അതാരാണെന്ന് മനസ്സിലായില്ല. ഒടുവിൽ ലിന്നിന്റെ കാമുകനാണെന്ന് മനസ്സിലായപ്പോൾ ലിന്നിന് ഫോൺ സംസാരിക്കാൻ കൊടുത്തു. ലിൻ മാറി നിന്ന് സംസാരിക്കുകയാണ്. അന്ന് ലിന്നിന്റെ കാമുകൻ ടോർ ലിന്നിനോട് ക്ഷമ ചോദിച്ചു. വീണ്ടും ഒന്നുചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതൊക്കെ ഒരു വാതിലിനപ്പുറം നിന്ന് പഡ് കേൾക്കുന്നുണ്ടായിരുന്നു. പട്ടിന് വല്ലാത്ത വേദന തോന്നി. തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവനവളെ അത്രമേൽ പ്രണയിച്ചിരുന്നല്ലോ. തിരികെ വന്ന് ഫോൺ കൊടുക്കുമ്പോ ലിൻ പട്ടിനോട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പഡ് പറഞ്ഞു, ഏയ് എനിക്കെന്ത് കുഴപ്പം, നമ്മൾ ഫ്രണ്ട്സ് മാത്രമല്ലേ. പിന്നാലെ അന്ന് രാത്രി തന്നെ പഡ് വണ്ടിയും എടുത്ത് എങ്ങോട്ടേക്കോ ഓടിച്ചു പോയിരുന്നു. ഉള്ളിൽ അവനൊരുപാട് ദുഃഖം തോന്നി. ഇതേ സമയം ലിന്നിനാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവളിരുന്നു. രാത്രിയിൽ തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ വലിയൊരു മരക്കട്ട തന്നെ കൊണ്ടുവന്ന് ക്യാമ്പ് ഫയറിലേക്ക് ഇട്ടു. അവൾ തനിച്ചായിരുന്നു ഇരുന്നിരുന്നത്. പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും ഒന്ന് നോക്കുമ്പോ കണ്ടത് അവിടെ മുഴുവൻ കത്തുപിടിച്ച് ആ ഭാഗം വലിയൊരു ഹോളായി. അതിനുള്ളിലൂടെ അവൾ താഴെ വീണ് കിടക്കുന്നതായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി. ലിന്നൊടുവിൽ നാട്ടിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. പഡിനെ നോക്കിയെങ്കിലും പഡിനെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് ലിൻ നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിലെത്തിയതും ലിൻ നേരെ പോയത് ടോറിനെ കാണാനായിരുന്നു. അവരൊരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്തു. ടോർ അന്ന് ലിന്നിനോട് പറഞ്ഞു, എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ, എന്താ നിന്റെ പ്രശ്നം? സ്നേഹത്തോടെ ടോർ ചോദിക്കുന്ന കണ്ടതും ലിൻ തന്റെ യഥാർത്ഥ പ്രശ്നം തുറന്നു പറഞ്ഞു. തനിക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റുമെന്ന കാര്യം. ഉടൻ ടോറിന്റെ മറുപടി വന്നു, എന്റെ ഒരു കൂട്ടുകാരനും ഇങ്ങനെ തന്നെ ആയിരുന്നു. അവനെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയതിൽ പിന്നെ ഒക്കെ ഓക്കെയായി. നമുക്കും അത്തരത്തിൽ ഒരാളുടെ അടുത്ത് പോകാം. അത് കേട്ടതും ലിന്നിന് വല്ലാതായി. തനിക്ക് മാനസിക പ്രശ്നമാണ് എന്നാണ് അവൻ കരുതുന്നത് എന്ന് ലിൻ തിരിച്ചറിഞ്ഞു. ടോറിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു പഡെന്ന് ആ നിമിഷം അവൾ മനസ്സിലാക്കുകയാണ്. അവരുടെ റിലേഷൻഷിപ്പിന്റെ അവസാനവും അവിടെ വെച്ചിട്ടായിരുന്നു. പട്ടിണിയോർത്ത് ലിന്നിന്റെ നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവളേറെ ദുഃഖത്തിലുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം അവൾക്കൊരു മെസ്സേജ് വന്നു. വീണ്ടും ലോ സീസൺ എന്ന പേരുള്ള ആ ഇന്നിൽ എല്ലാവരും ഒന്നിച്ചു കൂടുന്നുണ്ടെന്നും അങ്ങോട്ടേക്ക് അവളെ ക്ഷണിച്ചുകൊണ്ടുമുള്ള മെസ്സേജ് ആയിരുന്നു അത്. പഡും അങ്ങോട്ടേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് അവൾ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. അവൾ അവിടെ എത്തിയപ്പോൾ ലോ സീസൺ എന്ന ആ ഇൻ തന്നെ ആകെ മാറിയിരുന്നു. ആളുകൾ അധികമായി അങ്ങോട്ടേക്ക് എത്തുന്നവരിടമായി അത് മാറി. പഴയ കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. ലിൻ കുറേയധികം നേരം പഡിനെ നോക്കി. പഡിനെ കാണുന്നുണ്ടായിരുന്നില്ല. പഡ് വരുമെന്ന പ്രതീക്ഷയിൽ അവൾ കുറെ സമയം കാത്തിരുന്നു. കൂട്ടുകാരും അവൻ വരുമെന്ന് പറഞ്ഞിരുന്നു. കുറെ സമയം പിന്നിട്ടിട്ടും പഡ് എത്തിയില്ല. സമയം കുറെ കഴിഞ്ഞും പഡ് എത്താതായതോടെ ലിന്നിന് സങ്കടവും ദേഷ്യവും വന്നു. എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് തീരുമാനിച്ച് പഡ് കൊടുത്തിരുന്ന ആ തായത്തുണ്ടല്ലോ, ആ ഗിഫ്റ്റ് അതവൾ മലമുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു. തൊട്ടു പിന്നാലെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് വലിച്ചെറിഞ്ഞ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വലിയ പാടാണട്ടോ. അവൾ തിരിഞ്ഞു നോക്കി. പഡ്ഡതാ വന്നു നിൽക്കുന്നു. പഡിനെ കണ്ടതും ലിന്നിന് സന്തോഷം തോന്നിയിരുന്നു. ഇരുവരും ഒന്നിക്കുന്ന ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായി
ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.